എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ചോറിൻ്റെ കൂടെയും ദോശയുടെ കൂടെയെല്ലാം കഴിക്കാൻ പറ്റുന്ന പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഒഴിച്ചുകറിയുടെ റെസിപ്പിയാണ്. അപ്പോൾ ചട്ടി ഒന്ന് ചൂടായിട്ട് വരുമ്പോഴേക്കും 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിലേക്ക് ഒരു 12 കൊച്ചുള്ളി, ഒരു 5 പച്ചമുളക് ചേർക്കാം. ഇനി ഒരു 1/4 കിലോ വെണ്ടയ്ക്ക ഇതുപോലെ ചെറുതായിട്ട് നുറുക്കിയതോടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ വെണ്ടയ്ക്ക നന്നായിട്ട് തന്നെ ഒന്ന് വഴന്നു വരാൻ 5-6 മിനിറ്റൊക്കെ എടുക്കും. ഇപ്പോൾ ഏകദേശം അതിൻ്റെ വഴുവഴുപ്പൊക്കെല്ലാം ഒന്ന് മാറിയിട്ടുണ്ട്. ഇനി നമുക്കത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി അതേ ചട്ടിയിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ കടുകും ഒരു 1/4 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. അപ്പോൾ രണ്ടും ഒന്ന് പൊട്ടിയതിന് ശേഷം ആവശ്യത്തിന് വറ്റൽ മുളകും കുറച്ച് കറിവേപ്പിലയോടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ തീ നന്നായിട്ട് കുറച്ച് വയ്ക്കണം. അതിനുശേഷം ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1.5 ടേബിൾ സ്പൂൺ സാമ്പാർ പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ പൊടികളുടെ പച്ചമണം മാറുന്ന വരയ്ക്കും ഒന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ പൊടികളുടെ പച്ചമണമെല്ലാം മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് തുവരപ്പരിപ്പാണ്. ഞാനൊരു 1/4 കപ്പ് തുവരപ്പരിപ്പ് ഒരു 4-5 വിസിൽ വേവിച്ചെടുത്തിട്ടുള്ളതാണ്. അതൊന്ന് ഉടച്ചതിന് ശേഷം ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 1.5 കപ്പ് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു റെസിപ്പീനെ ഉള്ളി സാമ്പാറെന്നോ അല്ലെങ്കിൽ പുളിങ്കറി എന്നൊക്കെ വിളിക്കാം. അപ്പോൾ അധികം പച്ചക്കറിയൊന്നും ചേർക്കാത്തതുകൊണ്ട് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ ഉള്ളി സാമ്പാറിലൊക്കെ ആണെങ്കിൽ നമ്മൾ കുറച്ച് തേങ്ങ വറുത്ത് ചേർക്കാറുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ കറിയിലേക്ക് വാളംപുളി നീരാണ് ചേർക്കുന്നത്. ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിലുള്ള വാളംപുളിയാണ് ചേർത്തിട്ടുള്ളത്. അതിനുശേഷം നമ്മൾ നേരത്തെ വഴറ്റി വെച്ചിരിക്കുന്ന വെണ്ടയ്ക്കാക്കൂട്ട് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. തീ ഹൈ ഫ്ലെയിമിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അവസാനമായിട്ട് കുറച്ച് ശർക്കര ചേർക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ ശർക്കരയാണ്, സ്വാദൊന്ന് ക്രമീകരിക്കാനായിട്ടാണ്. അപ്പോൾ തീ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് 5 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായാലും ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കല്ലേ.